ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ പാനൽ വെച്ചത് മധുവാണ്. ഇത് രണ്ടും കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയാകട്ടെ ഒന്നുകിൽ യുനാനിമസ് ആയിട്ട് സെക്രട്ടറിയെ കമ്മിറ്റി തിരഞ്ഞെടുക്കും, ഇല്ലെങ്കിൽ കമ്മിറ്റിയിൽ മറ്റൊരു അഭിപ്രായം കൂടി വന്നാൽ അതിന് ഏതാണ് മുൻതൂക്കം എന്നുള്ളത് പരിശോധിക്കും. മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് സംഭവിച്ചത്. അവിടെ ഒരു പേര് കൂടി വന്നു സെക്രട്ടറി ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായി ജനാധിപത്യപരമായി അതിനകത്ത് പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഇപ്പോഴും സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജലീലിനാണ് ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആള് സെക്രട്ടറി ആവുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തത്വമാണ്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ സെക്രട്ടറി ആയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മധു ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും തെരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാൾ ഇങ്ങനൊരു അപവാദ പ്രചരണം നടത്തേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ തികച്ചും സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾക്കത് നിഷേധിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് പാർട്ടി കമ്മിറ്റി ആലോചിക്കുക. ഇത്തരം ചില സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ആനാവൂരിന്റെ കൂടി സാന്നിധ്യത്തിൽ ഞങ്ങൾ യോഗം ചേർന്ന് പത്രക്കാരെ കാണാനും അവിടെ ഇന്നലെ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുവാനുമാണ് തീരുമാനിച്ചത്. ഈ മധുവിനെതിരെ എന്തെങ്കിലും നടപടി പാർട്ടി എടുക്കും? സ്വാഭാവികമായിട്ട് ഒരു ചർച്ച അക്കാര്യത്തിൽ വരും. മധുവിന്റെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ലീഡർഷിപ്പ് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഉപരി കമ്മിറ്റിയുമായിട്ടെല്ലാം ആലോചിച്ച് അത് യഥാസമയത്ത് അറിയിക്കും. അദ്ദേഹം പാർട്ടി വിടുകയാണെന്നാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾക്കെതിരെ പാർട്ടി എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ വളരെ ശരിയായ നിലപാട് തന്നെയായിരിക്കും പാർട്ടി സ്വീകരിക്കുകയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ പാർട്ടി സ്റ്റേറ്റ് നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തീരുമാനത്തിലേക്ക് നിങ്ങൾ അറിയിക്കും. താങ്കൾക്കെതിരെ വ്യക്തിപരമായിട്ട് ഒട്ടേറെ ആരോപണങ്ങൾ താങ്കൾ മത്സരിച്ചത് തോക്കാൻ